നമസ്കാരം, എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. ശമ്പളം കിട്ടി 10-ാം തീയതി ആകുമ്പോഴേക്കും പൈസ എങ്ങോട്ട് പോയി എന്നറിയാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എവിടെയാണ് ചോർന്നു പോകുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനും അത് ലാഭിക്കാനും സഹായിക്കുന്ന ഒരു വഴിയാണ് പേഴ്സണൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത് വലിയ ചാർട്ടോ കണക്കുകളോ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെ വരവും ചെലവും കൃത്യമായി എഴുതി വെക്കുന്ന ഒരു രീതിയാണ്. 2026 ജീവിക്കുമ്പോൾ ഓൺലൈൻ പേയ്മെന്റുകളും ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ കാരണം പണം ചെലവാക്കുന്നത് നമ്മൾ അറിയാറില്ല. ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു മാസത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പണവും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് ഇൻഫ്ലോ അഥവാ വരവ്, രണ്ട് ഔട്ട്ഫ്ലോ അഥവാ ചെലവ്. നിങ്ങളുടെ ശമ്പളം, ബോണസ്, വാടക ഇനത്തിൽ കിട്ടുന്ന പണം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ലാഭം, ഇവയെല്ലാം വരവിൽപ്പെടും. എന്നാൽ വീട്ടുവാടക, കറണ്ട് ബില്ല്, കുട്ടികളുടെ പഠന ചെലവ്, EMI, പെട്രോൾ കാശ് എന്നിവയെല്ലാം ചെലവുകളാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഘട്ടം ഘട്ടമായി ഞാൻ പറയാം. ആദ്യം ഒരു ഡയറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ട് പാഡോ എടുക്കുക. എന്നിട്ട് കഴിഞ്ഞ ഒരു മാസത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും UPI ട്രാൻസാക്ഷൻ ലിസ്റ്റും ഒന്ന് പരിശോധിക്കുക. ചെറിയ തുകകൾ പോലും വിട്ടുപോകാതെ എഴുതണം. പലപ്പോഴും നമ്മൾ 5 രൂപയുടെയും 10 രൂപയുടെയും UPI പേയ്മെന്റുകൾ ശ്രദ്ധിക്കാറില്ല. മാസാവസാനം നോക്കുമ്പോൾ ഇത് വലിയൊരു തുകയായിട്ടുണ്ടാവും. അടുത്ത പടി നിങ്ങളുടെ ചെലവുകളെ രണ്ടായി തിരിക്കുക എന്നതാണ്. ഒന്ന്, മാറ്റാൻ പറ്റാത്ത ചെലവുകൾ. രണ്ട്, മാറ്റാൻ പറ്റുന്ന ചെലവുകൾ. വാടക, ലോൺ തിരിച്ചടവ്, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ മാറ്റാൻ പറ്റാത്തവയാണ്. എന്നാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം, അനാവശ്യമായ OTT സബ്സ്ക്രിപ്ഷനുകൾ, വലിയ ഓഫറുകൾ കണ്ട് നടത്തുന്ന ഷോപ്പിംഗ് എന്നിവ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നവയാണ്. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ പണം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി അപകടത്തിലാണെന്ന് മനസ്സിലാക്കണം. പലരും ചോദിക്കാറുണ്ട്, സേവിങ്സ് എങ്ങനെ കൂട്ടാമെന്ന്. അതിനുള്ള എളുപ്പവഴി 50, 30, 20 എന്ന നിയമം പാലിക്കുക എന്നതാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% അത്യാവശ്യ കാര്യങ്ങൾക്കും 30% നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ബാക്കി 20% നിർബന്ധമായും സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കണം. 2026 ബാങ്ക് പലിശ നിരക്കുകളിലും നിക്ഷേപ പദ്ധതികളിലും മാറ്റം വന്നിട്ടുണ്ട്. അതിനാൽ വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഇടാതെ KSFE ചിട്ടികളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളോ തിരഞ്ഞെടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ കൂടുതൽ പലിശ ലഭിക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. മറ്റൊരു പ്രധാന കാര്യം EMI കെണികളാണ്. നോ കോസ്റ്റ് EMI എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. പക്ഷേ മാസാവസാനം ഇത് നിങ്ങളുടെ ക്യാഷ് ഫ്ലോയെ സാരമായി ബാധിക്കും. നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 30% കൂടുതൽ ഒരിക്കലും ലോൺ തിരിച്ചടവുകൾക്കായി മാറ്റിവെക്കരുത്. അപ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ മിനിമം ഡ്യൂ മാത്രം അടച്ചു പോകുന്ന ശീലം ഒഴിവാക്കുക. ഇത് നിങ്ങളെ വലിയൊരു കടക്കണിയിലേക്ക് എത്തിക്കും. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് വേണം ഈ പ്ലാനിങ് നടത്താൻ. വീട്ടിലെ കുട്ടികൾക്കും പണത്തിന്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ആഴ്ചയും ഒരു നിശ്ചിത തുക മാത്രം ചെലവാക്കാൻ ശീലിച്ചാൽ മാസാവസാനം പണത്തിന് ബുദ്ധിമുട്ട് വരില്ല. കൂടാതെ മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായി എടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹോസ്പിറ്റൽ കേസ് നിങ്ങളുടെ എല്ലാ സമ്പാദ്യത്തെയും ഇല്ലാതാക്കിയേക്കാം. ഇപ്പോൾ കേരളത്തിൽ കാരുണ്യ സുരക്ഷാ പദ്ധതി പോലുള്ള നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നോ മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, പണം എത്രയുണ്ട് എന്നതിനേക്കാൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഈ മാസം മുതൽ തന്നെ നിങ്ങളുടെ വരവും ചെലവും എഴുതി തുടങ്ങുക. 3 മാസം തുടർച്ചയായി ഇത് ചെയ്താൽ നിങ്ങളുടെ പണം എവിടെയാണ് അനാവശ്യമായി പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. സർക്കാർ പദ്ധതികളെക്കുറിച്ചോ ബാങ്ക് സേവനങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഔദ്യോഗിക പോർട്ടലുകൾ മാത്രം പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് പണം നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.